ജനതാ ഗ്യാരേജ് പോലെ ഒരു സൂപ്പർ ഹിറ്റ് എടുത്ത കൊരട്ടൽ ശിവ 1/2 കിലോ നരനും 1/2 കിലോ ബാഹുബലിയും പിന്നെ പാകത്തിന് മായാവിയും ചേർത്തുണ്ടാക്കിയ ഒരു സ്രാവ് കറിയാണ് ദേവര പാർട്ട് 1. സ്റ്റാറിംഗ് ആളുകളുടെ മേത്ത് വരയിടാൻ വന്ന ലാൽ ജൂനിയർ, ഷൂട്ടിംഗ് സെറ്റിൽ കുളിക്കാൻ വന്ന ജാൻവി കപൂർ, കിങ് ഓഫ് കൊത്ത റീമേക്ക് ആണെന്നോർത്ത് പടം സൈൻ ചെയ്ത സൈഫ് അലി ഖാൻ. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. പിന്നെ നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ. പടം തുടങ്ങുന്നത് ഒറിജിനൽ NTRന്റെ മേത്ത് 1.5 മണിക്കൂർ പടക്കം പൊട്ടിക്കുന്ന കാണിച്ചുകൊണ്ടാണ്. കഥ തുടങ്ങുമ്പോൾ കൊല്ലവർഷം 1996 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്ന സമയം. യതി എന്നൊരു മാഫിയ കിങ്ങിനെ അന്വേഷിച്ച് ശിവ എന്നൊരു പോലീസുകാരൻ ഇറങ്ങി. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യൂ ജംഗ്ലി റമ്മി. എടോ ജംഗ്ലി റമ്മി അല്ലടോ, ജംഗ്ലി ജവാനി. അങ്ങനെ യതിയെ പിടിക്കാൻ രതി നടക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ചതിയനെ ശിവ പിടിക്കും. അപ്പോൾ അവൻ പറയും പടത്തിന്റെ നറേഷന് ബെസ്റ്റ് തള്ളുമൂപ്പനാണെന്ന്. അങ്ങനെ ശിവ തള്ളുമൂപ്പന്റെ അടുത്ത് ചെല്ലും. പുള്ളി അങ്ങോട്ട് തുടങ്ങും. ഈ നാട്ടിലെ കൊത്തരാജുവിനെ പോലെ അവൻ വന്ന ഒരുത്തനുണ്ടെന്നും അവന്റെ മുമ്പിൽ പെട്ട തീർത്ത് കളയുന്നും പറയും മൂപ്പൻ. ഒരു യാത്ര ചെയ്താലേ ബാക്കി കഥ പറയാൻ ഒരു മൂടുള്ളൂ എന്ന് പറഞ്ഞ് മൂപ്പൻ അവരെ കടലിലേക്ക് കൊണ്ടുപോകും. യതിയെ പറ്റി ഇൻഫർമേഷൻ തന്നാല് ഈ ഡയമണ്ട് റിങ് തരാന്ന് പറഞ്ഞ് അയാൾ ഷോ ഇറക്കും. മൂപ്പൻ അത് പിടിച്ചില്ല. അതുകൊണ്ട് റിങ് എടുത്ത് കടലിലേക്ക് എറിയും. അതെടുക്കാൻ പുറകെ ചാടി അയാൾ കണ്ടത് കടലിനടിയിൽ ധ്യാനത്തിനിരിക്കുന്ന ചീരുകാരുവിനാണ്. പേടിച്ച് പണ്ടാറടങ്ങി ഓവർ ആക്ട് ചെയ്യുന്ന ഈ പോലീസുകാരോട് മൂപ്പൻ ബാക്കി തള്ളു തുടങ്ങി. ഒരു പെരുമഴയത്ത് തെലങ്കാനയിലെ മുള്ളംകൊല്ലിയിൽ നിന്ന് മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചൊഴുകി വന്നതാണ് നമ്മുടെ മുള്ളംകൊല്ലി ദേവര. അതുകൊണ്ട് തന്നെ ഈ കടലിനെ സ്വന്തം അമ്മേനെ പോലെയാണ് ദേവര കാണുന്നത്. I've seen this one. This is a classic. You have a message. ഇറങ്ങിപ്പോടാമയരെ, വിജയ് അണ്ണനെ പറഞ്ഞാൽ നിന്റെ അരിക്കോട്ട അടിച്ചു മണ്ടയിൽ കേറ്റും. നോം ഭയന്നിരിക്കണു. ഞാൻ ഭയന്ന സ്ഥിതിക്ക് വിജയണ്ണനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. കടലിൽ മരത്തടിയൊന്നും ഒഴുകി വരാത്തതുകൊണ്ട് അതിലേ പോകുന്ന കപ്പലിലെ ചരക്ക് അടിച്ചു മാറ്റി അത് മറച്ചു വിറ്റാണ് ദേവരയും ഗ്യാങ്ങും അരി മേടിക്കുന്നത്. മുള്ളംകൊല്ലിയിൽ ട്രപ്പീസ് കളിച്ച് നടന്നവന്മാരെയൊക്കെയാണ് ദേവര കൂടെ കൂട്ടിയിട്ടുള്ളത്. സൗണ്ട് പ്രൂഫ് ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവന്മാരുടെ മണി ഹേസ്റ്റ്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഈ പടം കാണുന്ന നമ്മൾ പോയിട്ട് തൊട്ട് താഴെ നിൽക്കുന്ന കസ്റ്റംസ് മണ്ടന്മാർ പോലും ഒരു തരി സൗണ്ട് കേൾക്കില്ല. LC ക്രോസ് ഓവർ നടത്തി ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി നരയൻ കപ്പലിലെ ചരക്കൊക്കെ പരിശോധിക്കാൻ തുടങ്ങും. പിടികൊടുക്കാതിരിക്കാൻ ദേവർ ആൻഡ് ഗ്യാങ് പരക്കം പായണേന്റെ ഇടയിൽ ദേട ഒരുത്തൻ കടലിലെ കണ്ടെയ്നറിന്റെ മുകളിലിരുന്ന് പുക വിട്ട് കളിക്കും. ആകാശത്തുനിന്ന് വലവിട്ട് ദേവർ അവനെയും തൂക്കും. ഇതിന്റെ ഇടയിൽ സേഫ് അലി ഖാൻ എലിക്കണിയിൽ പെട്ട് കിടക്കുന്ന തൊരപ്പനെ പോലെ കണ്ടെയ്നറിന്റെ അകത്ത് കൊടുക്കും. അതിബുദ്ധിമാനായ ദേവര ഒരു ടോർച്ച് എറിഞ്ഞ് കസ്റ്റംസ് മണ്ടന്മാരെ പറ്റിച്ച് സേഫ് അലി ഖാനെ സേഫ് ആക്കും. കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടും സേഫിന് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയോണ്ട് കസ്റ്റംസുകാരോട് നേരിട്ട് മുട്ടണമെന്ന് പറയും. ദേവരയ്ക്ക് അല്പം ബോധമുള്ളതുകൊണ്ട് മൂപ്പര് സേഫിനെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് സ്വയം സേഫ് ആക്കും. കപ്പലിൽ ചരക്ക് വിറ്റ കാശുകൊണ്ട് ദേവര മുള്ളംകൊല്ലിയിൽ ഉത്സവങ്ങൾ നടത്തും. ഉത്സവത്തിന് ശേഷം ഒരു ഗുസ്തി മത്സരം നടത്തുന്ന ശീലം മുള്ളംകൊല്ലിക്കാർക്കുണ്ട്. അങ്ങനെ ദേവരയും സേഫും ഗുസ്തി മത്സരത്തിൽ ഇറങ്ങും. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കോഴി കൂവിയിട്ടും മത്സരം ആരും ജയിക്കുന്നില്ല. അവരൊരു പക്ഷേ രക്തത്തിൽ കുളിച്ചിരിക്കും. പക്ഷെ ദേവര ജയിച്ചതായിട്ട് ദേവര സ്വയം പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു ദിവസം ദേവര ഒരു ദുസ്വപ്നം കാണും. അതിന്റെ മീനിങ് എന്താണെന്നറിയാൻ കാക്കാത്തിയുടെ അടുത്തെത്തിയപ്പോൾ അവര് പറയും വല്ലവന്റെ ചെറുക്ക് മോഷ്ടിച്ച് പുട്ടടിച്ചാ നീയൊക്കെ വയറിളകിച്ചാവുന്നു. ഇതാണ് കടലമ്മ കാണിച്ച സിഗ്നൽ എന്നും പറയും. ഇത് കേട്ട ദേവര ശരിക്കും പേടിക്കും. എന്നിട്ട് നന്നാവും തീരുമാനിക്കും. പക്ഷെ ആത്മാർത്ഥത്തിട്ട് പുഴുങ്ങിയ വിശപ്പ് മാറില്ലല്ലോ എന്നോർത്ത് പിന്നെയും അവര് ഹേസ്റ്റിന് പോകും. പക്ഷെ ഇത്തവണ കസ്റ്റംസ് പൊക്കും. എന്നിട്ട് നരയൻ പറയും കാരുണ്യത്തിന്റെ സേവനത്തിന്റെ പര്യായമാണ് അമ്മ. ഈ ഡയലോഗ് നമ്മുടെ തേവാരായിയുടെ ചങ്കിൽ കൊള്ളും. പക്ഷെ അമ്മയും പെങ്ങളും ഇല്ലാത്ത സേഫിന് ഇത് കേട്ട് പൊളിയും. എന്നിട്ട് അവർ കസ്റ്റംസ് ആരങ്ങൾ വെട്ടും. നരേന്റെ അമ്മപ്പാസൻ ഡയലോഗിൽ കൺവിൻസ് ആയ ദേവര ഇവരൊക്കെ രക്ഷിക്കും. ഇത്തവണ ശരിക്കും നന്നായ ദേവര കപ്പലിൽ നിന്ന് ഇറക്കിയ ചരക്ക് ആരും വിറ്റ് കാശാക്കണ്ടെന്ന് പറഞ്ഞ് കൊക്കയെന്ന് തള്ളിയിട്ട് പൊട്ടിച്ചു കളയും.
ചോദിക്കും. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഇനി തരികട പരിപാടിയൊക്കെ നിർത്തി അന്തസ്സായിട്ട് കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കാൻ തേവരയെ താക്കീത് കൊടുക്കും. മുള്ളംകൊല്ലി വേല ഇതിന് ഓലമടലും കമ്പും കുത്തിയാണ് താക്കീത് കൊടുക്കണമെങ്കിൽ നമ്മുടെ മുള്ളംകൊല്ലി ദേവര മൂപ്പരനുസരിക്കാത്തവരൊക്കെ ചാള വറുക്കുമ്പോൾ മസാല പിടിക്കാൻ വേണ്ടി വരയണ പോലെ അങ്ങോട്ട് വരയും. അടിപൊളിയായിട്ട് ഉണ്ടാക്കി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മുള്ളംകൊല്ലി നിവാസികൾ വള്ളവും വലയിട്ട് കടലിലേക്ക് അങ്ങോട്ട് ഇറക്കും. അങ്ങനെ ഒരു ദിവസം ദേവര അടിയും കൂടിയും നിർത്തി വ്രതമെടുത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൊച്ചിയിൽ ഒരു ലോഡ് ഗുണ്ടകൾ വരും. ജീവന് കൊതിയുള്ളതുകൊണ്ട് ദേവര വ്രതം തെറ്റിക്കും. എന്നിട്ട് അവരങ്ങോട്ട് വരാലിനെ വരണ പോലെ അങ്ങോട്ട് വരയും. എന്നിട്ട് കടപ്പുറത്ത് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. വ്രതമെടുത്ത് നിൽക്കുന്ന സമയത്ത് പിന്നീന്ന് ഒന്ന് അറ്റാക്ക് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞ് പാറക്കല്ലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് ദേവര നാട് വിട്ടു പോകും. ഇതോടുകൂടി ദേവരോടുള്ള പേടി കൊണ്ട് മുള്ളംകൊല്ലിക്കാർ കള്ളക്കടത്തൊക്കെ വിട്ടിട്ട് മത്സ്യകൃഷിയായിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ നീണ്ട 12 വർഷത്തിന് ശേഷം ദേവരയുടെ മോൻ വര എവിടെയോ ചത്തുകിടന്ന ശ്രാവനെ പൊക്കിക്കൊണ്ടുവരും. ഈ വരയോട് ഭയങ്കര ക്രഷുള്ള ഒരാൾ ഈ തുറയിലുണ്ട്. അവളുടെ പേരാണ് തങ്കം. തങ്കമി നാട്ടിലെ 2 കാര്യങ്ങൾക്കാണ് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് കുളി. എവിടെ വെള്ളം കണ്ടാലും തങ്കത്തിന് കുളിക്കണം. ആ ബാത്റൂം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്ന് കുളിക്കാൻ തോന്നിപ്പോ. 2 നാട്ടിലെ പെണ്ണുങ്ങളുടെ കല്യാണമൊക്കെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് മുടക്കണം. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. അങ്ങനെ നമ്മുടെ തങ്കം വരേനും കിനാവ് കണ്ട് ഓരോ ഫെറ്റിഷായിട്ട് നടക്കുന്ന ഒരു പെണ്ണാണ്. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. മീൻവൈൽ ദേവര എന്തെങ്കിലും തിരിച്ചു വന്നാലോ എന്നോർത്ത് നമ്മുടെ സേഫ് ബൈ ഒരു ലോഡ് അപ്കമിങ് ടെറർ ഗുണ്ടകളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും ഞാൻ ദേവരെ ഓർത്തിട്ട് രക്തം തെറിക്കുന്നത് വരെ അടിച്ചു വരാ. അങ്ങനെ ദേവരനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരുത്താൻ വേണ്ടി സേഫ് ബൈ ഒരു നമ്പർ ഇടും. 12 വർഷമായിട്ട് ആളെ കാണാത്തതുകൊണ്ട് വീട്ടിലെ റേഷൻ കാർഡിൽ നിന്ന് ദേവരയുടെ പേര് കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് സേഫ് ബൈ ഒരു കഥ കൊണ്ട് പറഞ്ഞു പരത്തും. അങ്ങനെ ജീവിച്ചിരിപ്പണെന്ന് തെളിയിക്കാൻ വേണ്ടി ദേവര നേരിട്ടെത്തും. പക്ഷെ സേഫ് ബൈക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് മിസ്. ഇതിലൊന്നിലും തോറ്റുകൊടുക്കാത്ത സേഫ് ബൈ വരമോനെയും കൊണ്ട് കള്ളക്കടത്തിനിറങ്ങും. അങ്ങനെയെങ്കിലും ദേവരയെ പ്രത്യക്ഷപ്പെട്ടാലോ തുറന്നിട്ട് വിചാരിച്ച പോലെ തന്നെ മുള്ളംകൊല്ലി കടലിൽ ദേവരയുടെ അറ്റാക്ക് നടന്നു. ഗ്യാങ്ങിലെ ഓരോരുത്തരായിട്ട് വീണു തുടങ്ങി. ഇതേ സമയം നമ്മുടെ മൂപ്പനൊരു വലിയ ട്വിസ്റ്റ് അങ്ങോട്ട് റിവീൽ ചെയ്തു. അന്ന് ദേവരയാണെന്നും പറഞ്ഞ് വിഗും വെച്ച് വന്നതും ഇപ്പോൾ ഇവിടെ ഈ അറ്റാക്ക് നടത്തുന്നതും ദേവരയല്ല, മൂപ്പരുടെ മോൻ വെറും വരയാണെന്ന് പറയും. അങ്ങനെ വരമോൻ്റെ സംഹാര താണ്ഡവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കടപ്പുറത്തേക്ക് വരാൻ വേണ്ടി സ്രാവ് സാറിനോട് ലിഫ്റ്റ് വയ്ക്കും. കൺസെന്റ് ഒന്നും ചോദിക്കാണ്ട് വരമോൻ സ്രാവിനോട് ഓരോരോ കൊണ കാണിക്കും. ആൻഡ് സ്രാവ് സാർ വാസ് ലൈക്ക്. അങ്ങനെ ഹേസ്റ്റിന് പോയവരെ വേസ്റ്റ് കൊണ്ടുവരുന്ന പോലെ വരമൻ വഞ്ചിന്ന് വലിച്ചിറങ്ങിക്കൊണ്ടു. ഇതെല്ലാം ദേവരുടെ പണിയാണെന്ന് കാണിക്കാൻ വേണ്ടി ബ്ലൂ വീല് കളിച്ച് പിള്ളേര് സ്വന്തം മേത്ത് കുത്തുന്ന പോലെ വരമൻ സ്വയം അങ്ങോട്ട് വരയും. ഇനിയാണ് തള്ളുമൂപ്പന്റെ ദി അൾട്ടിമേറ്റ് തള്ളു. ബാഹുബലിയെ കുത്തിയത് കട്ടപ്പയെന്ന് പറയുന്നത് പോലെ ആ ഒരു ഗ്രാൻഡ് റിവീൽ. ദേവരുടെ മേത്ത് വരയിട്ടത് ഈസ് നൺ അതർ ദാൻ ദ മോൻ വര. അതെന്തിനാണെന്ന് നമ്മൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കേണ്ടി വരും. കാരണം സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് പൊട്ടിയ സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു സിനിമയുടെ പേരുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടും സീക്വലൊക്കെ വെറും വാഗ്ദാനമാണ്.